ഹായ് എവരിവൺ, അസ്സാം വലൈക്കും. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. എന്താണ് എല്ലാവരും വർത്തനം? എല്ലാവരും സുഖമായിട്ട് ഇരിക്കുക എന്ന് വിചാരിക്കണേ. അങ്ങനെ രാവിലത്തെ ഒരു യുദ്ധപ്പടമൊക്കെ കഴിഞ്ഞ് മാറ്റി റെഡിയായി ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ കല്യാണത്തിന് പോകാനും വേണ്ടിയിട്ട്. ഇന്നിപ്പോൾ 2 ദിവസം കല്യാണം ആയതുകൊണ്ട് പെരയത്തെ ഒരു പരിപാടി നടന്നിട്ടില്ല കേട്ടാ. മുറ്റത്തിൻ്റെ അവസ്ഥ ഒക്കെ കണ്ടില്ല, ആകെ കച്ചറായിട്ട് കിടക്കുകയാണ്. നമ്മൾ പിന്നെ ക്ലീനിങ്ങിനൊന്നും നിന്നിട്ടില്ല. നമുക്കൊരു 9 മണിയാകുമ്പോഴത്തേന് നമുക്ക് 10 മണിക്കാണ് നിക്കാഹ്. അപ്പോൾ ഒരു 9 മണിയാകുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ക്ലീനിങ്ങിനും കാര്യത്തിനൊന്നും നിന്നിട്ടില്ല. അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് നമ്മൾ രാവിലക്കത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ തലേന്നത്തെ ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ. നാത്തൂൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ലോണം ചൂടാക്കിയിട്ട് കഴിക്കുകയാണ് ചെയ്തിട്ട്. കല്യാണമൊക്കെ ആയതുകൊണ്ട് നമുക്ക് വീട്ടിലത്തെ പണിയൊക്കെ ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞ ശേഷം നോക്കാമെന്ന് വിചാരിച്ച്. എന്നിപ്പോൾ ഇതൊക്കെ തന്നെയല്ലേ പരിപാടി, 2 ദിവസം ഒന്ന് റെസ്റ്റ് എടുക്കല്ലേ. അപ്പോൾ നമ്മൾ തലേന്നിട്ടിട്ടുള്ള മൈലാഞ്ചൊക്കെ നല്ലോണം ചോന്നിട്ടുണ്ട്. ഞാൻ ഈ ഒരു വലുത് കഴിയുമ്പോഴത്തെ മൈലാഞ്ചിട്ട് ആകെ അന്തം വിട്ടു പോയിട്ട്, കാരണം ഞാൻ ഇടത് കൈ വെച്ചിട്ട് പിന്നെ ഇടാനുള്ള പൂതിയോട് അങ്ങനെ ഇട്ടതാണ്. ആദ്യമൊക്കെ ഇട്ട ആ ഒരു ഉടനെ ഒന്നും നന്നാവൂലേന്ന് ഇട്ടാ. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ മൈലാഞ്ചി ഇട്ടത് നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ 2 കൈ കൊണ്ടും മൈലാഞ്ചി ഇടാൻ പറ്റും. പക്ഷെ എല്ലാ ഡിസൈനും ഇടാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ സിമ്പിളായിട്ടുള്ള ഡിസൈന് നമുക്ക് ഇടത് കൈ കൊണ്ട് ഇടാൻ പറ്റണുള്ളൂ കേട്ടോ. വെറൈറ്റി മോഡലൊന്നും നമുക്ക് പറ്റൂല. അപ്പം അങ്ങനെയൊക്കെ എന്നാലും നമ്മളെ പൂതിക്ക് നമുക്ക് മൈലാഞ്ചി ഇടല്ലോ. എനിക്കാണെങ്കിൽ 2 കൈമേലും ഇടുന്നതാണ് കേട്ടോ ഇഷ്ടം. നഖത്തോലായാലെങ്കിലും കൈൻ്റെ പുറനടിയിൽ, ഉള്ളിൽ ഇപ്പോൾ ഏതായാലും ഇടൂല, കൈൻ്റെ പുറത്തല്ലേ ഇടുള്ളൂ നമ്മൾ. അങ്ങനെ എൻ്റെ ആങ്ങളെ കൂടെ പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. തലേന്നത്തെ കല്യാണ പരിപാടി കഴിഞ്ഞിക്കാണ്ട് ഞാനും കൂടെ പോരുകയാണെന്ന് പറഞ്ഞിട്ട് അവനും കൂടെ പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ പറയാൻ മറന്നു കേട്ടോ. അങ്ങനെ ഞാനും മക്കളും ഇതൊക്കെയാണ് ഓഡിറ്റോറിയത്തിൽ അവിടെ ഇറങ്ങിയിട്ട. കാക്ക ഇവിടെ ഇറക്കി തന്ന് ഞങ്ങളെ. അപ്പോൾ നമ്മളിവിടെ ഓഡിറ്റോറിയത്തിൽ എത്തിയപ്പോൾ ഇവിടെ ആരുമില്ല, കാരണം സമയം ഇപ്പോൾ ഒരു 9 മണി കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ 10 മണിക്ക് നിക്കാഹ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കാക്ക നിക്കാഹിനായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നാത്തൂൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ പുതിയാപ്പിള ഇറങ്ങണത്. അപ്പോൾ അത് നമ്മൾ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇങ്ങോട്ട് പോരാൻ പിന്നെ ബുദ്ധിമുട്ടാകും. ഒരു നിക്കാഹ് കഴിഞ്ഞിട്ടല്ലേ വരുള്ളൂ. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് എത്തിപ്പെടാൻ കഴിയൂലല്ലോ വിചാരിച്ചിട്ട് ഞങ്ങളവിടെ ഇറക്കി തന്നു കേട്ടോ. അപ്പോൾ എന്നോട് ഇറക്കി തരുമ്പോൾ പറഞ്ഞ് പിന്നെ ഓരൊക്കെ ഇപ്പോൾ വരും, ഇനി സ്വസ്ഥതയിൽ വീഡിയോസോ ഫോട്ടോസോ എന്താന്ന് വെച്ചാലും എടുത്തോ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഇട്ടുകാണ് പോയതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് തട്ടിമുട്ടി വീഡിയോസ് ഇതൊക്കെ എടുത്ത്, പക്ഷെ കുട്ടികളായിട്ടുണ്ട് എടുക്കാൻ പറ്റണം. എൻ്റെ മോനക്ക് എന്തോ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് എളുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോസും ഫോട്ടോസും ഒന്നും സ്വസ്ഥതയിൽ എടുക്കാനും വേണ്ടി പറ്റിയിട്ടില്ല. അതിനെ മോളെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഒന്ന് എടുത്തിട്ടാ. മോനക്ക് നിന്ന് എന്തോ ഒരു കുയിന്ത് സ്വഭാവം, ഒന്ന് ജായ് സ്വഭാവം. ഓനക്കാണെങ്കിൽ ഇവിടെ ആരും ഓൻ്റെ കമ്പനിക്കാരും ഇവിടെ എത്തിയിട്ടില്ല. അപ്പോൾ അതിൻ്റേതായ ക്രിമികടിയുണ്ട്. ഒരു ഭാഗത്തും അടങ്ങിയിരിക്കില്ല കേട്ടോ. ഇങ്ങനെ തുള്ളിച്ചാടിക്കൊണ്ടാണ്. അപ്പോൾ ഓനക്കുള്ള ഓപ്പുള്ളവരൊന്നും എത്താഞ്ഞിട്ടുള്ള ആ ഒരു വശപ്പസ കാണട്ടാക്ക്. പിന്നെ ആങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഓനറ്റ് ഒരു ഫോണിട്ട് ഓനൊരു ഭാഗത്തിരിക്കുകയാണ്. ഓനും തന്നെ അവിടെ ഒരു ഭാഗത്ത് ഇരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കൂടിയൊക്കെ ആയിട്ട് നമ്മളുടെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ ഒന്നാണ്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മളെ കമ്മൽ. ഇതാണ് ഇട്ടാൽ നമ്മൾ അന്ന് ചെമ്മാട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതാണ് കമ്മൽ. അപ്പോൾ ഇത്രയും നേരം നമ്മളവിടെ പുറത്തിരുന്ന് കാണാൻ ഇങ്ങനെ ഓരോന്ന് പിന്നെ വീഡിയോസൊക്കെ എടുക്കുകയായിരുന്നു. ഇപ്പോൾ അതാണ് നമ്മൾ ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ആരും എത്തിയിട്ടില്ല കേട്ടോ. പിന്നെ പാട്ടിൻ്റെ സെറ്റിടുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ അവിടെ. അതിനൊരു ഇപ്പം വരും എന്ന് പറഞ്ഞ് ഞാൻ വിളിച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഇതൊക്കെ നമ്മൾ പിന്നെ ഏതായാലും ഇവിടെ ഒന്ന് കറങ്ങി കണ്ട് സ്റ്റേജൊക്കെ ഒന്ന് കണ്ട്, അതുപോലെ ഫുഡിൻ്റെ ആ ഒരു ഏരിയ ഒക്കെ നോക്കി ഒക്കെ അത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നിക്കാഹ് കഴിഞ്ഞ് വരവ് കണ്ട് തുടങ്ങിയാലും പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കഴിക്കൽ തുടങ്ങും കേട്ടോ. അങ്ങനെ പിന്നെ കുറേ നേരം ഇരുന്നപ്പോൾ ഇതൊക്കെ നമ്മൾ ജ്യൂസൊക്കെ കുടിച്ചു. വത്തക്ക ഉണ്ടായിരുന്നു, അതേപോലെ പൈനാപ്പിള്, പിന്നെ പപ്പായ. ഇത് 3ആയിരുന്നു കേട്ടോ വെള്ളമായിട്ടുള്ളത്. പിന്നെ അതാ നമ്മൾ ഫസ്റ്റ് ട്രിപ്പിൽ നമ്മൾ പെരക്കാരെല്ലാവരും ഉണ്ട് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നാത്തൂനും വരെയുള്ളവരൊക്കെ നമ്മൾ ഫാമിലീസൊക്കെ നമ്മളടുത്ത ഫാമിലീസൊക്കെ അത് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്നും ഞാൻ വീഡിയോയിൽ ഇങ്ങനെ കാണിച്ചിട്ടില്ല എന്നുള്ളൂ, എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പെരക്കാരെല്ലാവരും ഫസ്റ്റ് ട്രിപ്പിലാണ്ട് ഇരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാ ഞങ്ങളെല്ലാവരും കൂടെ ചോറ് കഴിക്കാൻ വേണ്ടി ഇരുന്നിക്കുകയാണ്. അപ്പോൾ ചിക്കൻ ബിരിയാണിയും ബീഫ് വരട്ടിയതും പിന്നെ നെയ്ച്ചോറ്, അതുപോലെ ബ്രോസ്റ്റ്, ഇതൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ അതിലേക്കുള്ള സാലഡ്, അച്ചാർ, അങ്ങനത്തെ ഒക്കെ ഐറ്റംസൊക്കെ ആയിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ബിരിയാണി ഒക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നെയ്ച്ചോറും ബീഫാണെങ്കിലും ബ്രോസ്റ്റ് ആണെങ്കിലും ഫുഡൊക്കെ സൂപ്പറായിരുന്നു. അങ്ങനെ അത് നല്ല സമാധാനത്തോടു കൂടി നല്ല ചൂടോടു കൂടി പൊട്ടിച്ച ബിരിയാണി കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആണല്ലോ അല്ലേ. അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ ഇതൊക്കെ നമ്മൾ പിന്നെ മധുരമായിട്ട് ഇത് രണ്ടും വന്നിട്ടുള്ളത്. പിന്നെ കാവുണ്ടായിരുന്നു. അങ്ങനെ അതൊന്നും ഇപ്പോൾ നമ്മൾ തിന്നിട്ടില്ല, ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നുള്ളൂ. പിന്നെ ഇതൊക്കെ
കിടക്കണ നമ്മളെ കയ്യിലുള്ള കുട്ടീനെ കണ്ടില്ലേ, അത് നാത്തൂൻ്റെ കുട്ടിയാണ് കേട്ടോ. അപ്പം നാത്തൂന് പ്രസവിച്ച് കിടക്കുകയാണ്, രണ്ടാമത്തെ നാത്തൂന്. മൂത്ത നാത്തൂൻ്റെ മോൻ്റെ കല്യാണം ആയിട്ടുള്ളത്. അപ്പോൾ ആൾ ചോറ് വയ്ക്കാൻ വേണ്ടി പോയപ്പോൾ ഞാൻ കുട്ടീനെ പിടിച്ചതാണ് നിങ്ങൾ കണ്ടത്. കുട്ടീനൊന്നും പിന്നെ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ. പിന്നെയുള്ള പരിപാടി പിന്നെ ഇപ്പോൾ ഒരു സമയം ഒരു 12 മണിയൊക്കെ ആയപ്പോഴത്തേന് എല്ലാവരും എത്തൽ തുടങ്ങി. അപ്പോൾ ഇവിടെ പ്രോഗ്രാമൊക്കെ തുടങ്ങി, ഗാനമേളയും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ പാട്ടും കാര്യങ്ങളൊന്നും നമുക്ക് ഇതിൽ ഇടാൻ വയ്യല്ലോ, കോപ്പി റേറ്റും സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ പിന്നെ നമുക്ക് ആകെ പണി പാളും. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നുള്ളൂ കേട്ടോ. നല്ല അടിപൊളി പാട്ടുകളൊക്കെ ആയിരുന്നു കേട്ടോ, നല്ല സൂപ്പറായിരുന്നു. പിന്നെ കുട്ടികളൊക്കെ നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ പിന്നെ ഫോട്ടോ പിടിക്കുന്ന പരിപാടികളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ എല്ലാവരും ഫാമിലീസൊക്കെ ഇരുന്നിട്ട് ഫോട്ടോ ഒക്കെ പിടിക്കുന്നുണ്ട്. ഇതിപ്പോൾ നാത്തൂൻ്റെ ഫ്രണ്ട്സുകളാണ് കേട്ടോ, കൂടെ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ച ഫ്രണ്ട്സുകളാണ്, അവരെ മക്കളും ഒക്കെയാണ്. അപ്പോൾ എല്ലാവരും കൂടെ ഇരുന്നിട്ട് ഇതാ ഫോട്ടോ പിടിക്കലും ഗിഫ്റ്റ് കൊടുക്കലും അതൊക്കെ ഉണ്ട് നടന്നുകൊണ്ടിരിക്കണം. പിന്നെ ആണെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മിസ്സായിട്ടുണ്ട് കേട്ടോ വീഡിയോ എടുക്കാൻ. നമ്മൾ ഈ ഒരു നമ്മളെ ഫാമിലിയൊക്കെ വരുമ്പോൾ വർത്തമാനത്തിനും പിന്നെ ഈ ഒരു പാട്ടും പരിപാടിയൊക്കെ കാണുന്നതിൽ നമ്മൾ സത്യം പറയുന്നത് വീഡിയോസൊക്കെ എടുക്കാനും മറന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എൻ്റെ അമ്മ തലേന്ന് വന്ന് കണ്ട് പോയിട്ട് ഓർക്കുന്ന് പിന്നെ മൂത്തമ്മ ഓരൊക്കെ അജ്ജിന് പോകാനുള്ളതുകൊണ്ട് ഒരു വന്നിട്ടില്ല. പിന്നെ എൻ്റെ അമ്മായും ബാക്കിയുള്ളവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ അനിയത്തിയും അവരുടെ ഫാമിലി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അതൊന്നും നമ്മൾ വീഡിയോയിൽ പിന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അങ്ങനെ പിന്നെ സമയം അതിൻ്റെ ഇടയിൽ പിന്നെ പുതിയാപ്പിളാരൊക്കെ നിക്കാഹൊക്കെ കഴിഞ്ഞ് വന്നതൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. ഒക്കെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് വീഡിയോ എടുത്ത് ഒപ്പിച്ചതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നമ്മൾ കാണുന്നത് നമ്മൾ പെണ്ണിൻ്റെ വീട്ടിലേക്ക് ഓഡിറ്റോറിയത്തിലാണ് കേട്ടോ കല്യാണം. 2 കൂട്ടരുടെ കല്യാണം ഓഡിറ്റോറിയത്തിലാണ്. അപ്പോൾ പെണ്ണിൻ്റെ അടുത്തേക്ക് വന്നിക്കാണ് കൂട്ടിക്കൊണ്ടുപോകാൻ. അപ്പോൾ ഇതാ നമ്മൾ വന്ന പാടന്നെ ഇതാ വെള്ളമൊക്കെ കുടിക്കുകയാണ്. പുതിയ ആപ്പിളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒരുമിച്ചിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം അത്രയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഇത് നമ്മളെ പുതിയണ്ണിൻ്റെ അനിയത്തിയാണ് കേട്ടോ. അപ്പോൾ അതാ പുതിയാപ്പിളക്ക് പൊക്ക കൊടുക്കാൻ വേണ്ടി ഇത് ആളെ സെറ്റാക്കി നിർത്തുകയാണ്. പൊക്ക കൊടുത്താലില്ല എന്നുള്ളത് നമുക്ക് അറിയില്ല കേട്ടോ, കുട്ടികളല്ല ചിലപ്പോൾ ഇതൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് മോളവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെയാണ് പുതിയാപ്പിളിനെ സ്റ്റേജിലേക്ക് കയറ്റലും പിന്നെ പുതിയണ്ണിനെ ഒരുക്കി റെഡിയാക്കിയതാ അതിൻ്റെ എൻട്രിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെയുള്ള കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലേ, കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കലാണ്, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മൾ വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ ആരും മറക്കില്ല കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ആക്കുക. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം ഒന്ന് കമൻ്റ് ആക്കിയിട്ടോ. പിന്നെ പെണ്ണുങ്ങോട്ട് വരുമ്പോഴത്തെ അവസ്ഥ പിന്നെ പറയണ്ടല്ലോ അല്ലേ. പിന്നെ ക്യാമറമാൻ ഓരോന്ന് പറയും, അതനുസരിച്ച് ഓരോന്ന് ചെയ്യുക. അങ്ങനെ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കലാണ് പിന്നെയുള്ള പരിപാടികൾ എന്ന് പറയണത്. അപ്പോൾ ഇതാണ് നമ്മളെ മണവാട്ടിയും. പിന്നെ പേര് സഫ എന്നാണ് കേട്ടോ. പേരൊക്കെ ഞാൻ പറയാൻ മറന്നിട്ടുണ്ടായിരുന്നു. നമ്മളെ പുതിയാപ്പളുടെ പേര് ആദിലാണ് കേട്ടോ പേര്. പിന്നെ നമ്മൾ അവരെ സ്റ്റേജ് മേലെ കണ്ട് കയറിയതിൻ്റെ ശേഷം പിന്നെ നമ്മളിതാ ഫുഡ് കഴിക്കാനും വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. പൊറാട്ടയും പൊരിച്ച പത്തിരിയും പിന്നെന്താ കുബൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെ ഇവിടെ എത്തിയിട്ട് നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഹെൻട്രിയും കാര്യങ്ങളൊക്കെ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ കുറച്ചൊക്കെ വീഡിയോസ് എടുത്ത് പിന്നെ എനിക്ക് ഓരോ കൂടെ പോയി കളിക്കാനും ഇങ്ങോട്ട് മുട്ടി നിൽക്കണം. എനിക്ക് ഇങ്ങോട്ട് എന്തെങ്കിലും പാട്ട പരിപാടി ഉണ്ടെങ്കിൽ ഞാൻ വേഗം അതിൽ കയറി പറയാൻ നിൽക്കൂട്ടോ. അപ്പോൾ പിന്നെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ നിന്നിട്ടില്ല. പിന്നെ വീഡിയോസ് എടുക്കണം എന്നുണ്ടെങ്കിൽ ആരെയും കയ്യും കാലൊക്കെ പിടിച്ചിട്ട് വേണം. അപ്പോൾ അതൊന്നും നടക്കില്ല. ഫോണൊക്കെ അവിടെ ഇട്ടിട്ട് പിന്നെ ഞാൻ അതിൻ്റെ കൂടെ ഒപ്പന കളിക്കാൻ വേണ്ടി പോയിട്ടാണ്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു, അതൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല. പിന്നെ സ്റ്റേജിൽ കയറിയതിൻ്റെ ശേഷം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാലയിടൽ പരിപാടിയും പിന്നെ അവരെ ഫോട്ടോസ് ഇതെല്ലാം കൂടെയൊക്കെ ആയിട്ട് ആകെ പോകുമായിരുന്നു. പടക്കം പൊട്ടിക്കലും കാര്യങ്ങളും എല്ലാം കൂടിയൊക്കെ ആയിട്ടിട്ടാ. പക്ഷെ നല്ല രസമായിരുന്നു. പിന്നെ ഇതാ കേക്ക് കട്ടിങ്, അതുപോലെ ഫാമിലി ഫോട്ടോസ് എടുക്കൽ, 2 കൂട്ടരും ഫാമിലി ഫോട്ടോസ് എടുക്കൽ, അങ്ങനെ ഒരുപാട് നേരം അങ്ങനെ. പിന്നെയുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാനും വേണ്ടി പറ്റിയിട്ടില്ല. ഫോണിൽ ചാർജും ഇല്ലായിരുന്നു. പിന്നെ ഉള്ള ചാർജൊക്കെ എടുക്കാനും നമ്മൾ ഓരോരോ തിരക്ക് പെട്ടു കേട്ടോ. പിന്നെ നമ്മൾ നേരെ വീട്ടിൽ കൊണ്ടുപോയി പെണ്ണിനെ അവിടെ കയറ്റിയിട്ട് വേണം, അത്രയൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ വിശേഷങ്ങൾ. അപ്പോൾ കയറ്റുന്ന വീഡിയോസും കാര്യങ്ങളൊന്നും നമുക്ക് എടുക്കാൻ ഓർമ്മ ഉണ്ടായില്ല കേട്ടോ സത്യം പറയുകയാണെങ്കിൽ. അപ്പോൾ ആ ഒരു ആരവത്തിൽ അങ്ങനെ നോക്കി കഴിഞ്ഞ ശേഷമാണല്ലോ വീഡിയോ എടുക്കുന്നില്ലോ എന്ന് ഓർമ്മ വന്നത്.
അപ്പോൾ അതിൻ്റെ ഓർമ്മ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നാത്തൂൻ്റെ വീട്ടിൽ നിന്ന് പോന്നപ്പോൾ സമയം ഒരുപാട് ആയിട്ടുണ്ടായിരുന്നു. പെണ്ണിനെ കട കൊണ്ടേ ആക്കിയതിന് ശേഷം കേട്ടോ പിന്നെ വീട്ടിൽ നമ്മൾ പിന്നെ കൊടിഞ്ഞിക്ക് പോന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അമ്മ അന്നത്തെ ദിവസം അവിടെ നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നുള്ള രസം എന്ന് പറഞ്ഞാൽ പുതിയണ്ണിനെ ഓടിച്ചോടത്തു നിന്നൊക്കെ നമ്മൾ പെൻസിലും ഇതിലൊക്കെ കൊടുന്ന് പിന്നെ ഇതൊക്കെ നമ്മൾ വീട്ടിലേക്ക് പോകണത് ഇതാ നമ്മൾ ഓട്ടോയിലാണ് കേട്ടോ പുതിയണ്ണും പുതിയാപ്പിളിയും പോകുന്നത്. എല്ലാവരും ഉണ്ട് നോക്കി നിൽക്കുന്നുണ്ട്. ഇപ്പം നല്ല പരിപാടിയാണല്ലോ പറഞ്ഞിട്ട് രണ്ട് ഭാഗത്ത് മാലയും പൂവൊക്കെ ഇട്ടിട്ട് ആറ്റിങ്ങൊക്കെ ആകെ നാളെ വന്നിട്ടുണ്ട്. ഇതൊക്കെ ചങ്ങായിമാരെ പരിപാടിയാണ് കേട്ടോ. അങ്ങനെ ഏതായാലും ഇതാ നമ്മൾ വീട്ടിലേക്ക് ഇവിടെ അടുത്ത് തന്നെ നമ്മൾ ഓഡിറ്റോറിയത്തിൻ്റെ അടുത്ത് തന്നെയാണ് വീട്. അപ്പോൾ ഇതാ വീട്ടിലേക്ക് ഒരു ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ അവിടെ വരും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ കല്യാണ വിശേഷങ്ങൾ. ഓക്കേ.